നൂറനാട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കുമെന്ന് MS അരുൺകുമാർ MLA അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ ഉപയോഗ അനുമതിയോടെ 12.28 കോടി രൂപയുടെ 4 നില കെട്ടിടത്തിനാണ് നിർമ്മാണാനുമതി ലഭിച്ചത്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിലാണ് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത്. MS അരുൺകുമാർ MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. MLAയുടെ ശ്രമഫലമായാണ് ഹോസ്റ്റൽ സ്ഥാപിക്കുന്നത്. ലെപ്രസി സാനിറ്റോറിയം ആരോഗ്യവകുപ്പിന്റെ അധീനതയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഉപയോഗ അനുമതിയോടെ 12.28 കോടി രൂപയുടെ 4 നില കെട്ടിടത്തിനാണ് നിർമ്മാണാനുമതി ലഭിച്ചതെന്നും MLA പറഞ്ഞു. KP റോഡിനോട് ചേർന്ന് ITBP കേന്ദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി 50 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ സംഘം കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തൽ നടത്തിയെന്നും MLA അറിയിച്ചു. ചാരുമൂട് മേഖലയിലെ വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വനിതാ ജീവനക്കാർ ഏറെയുണ്ട്. പലരും ദൂരസ്ഥലങ്ങളിൽ വീടുകൾ വാടകയ്ക്കെടുത്തും മറ്റുമാണ് താമസിക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിലുള്ള നൂറനാട് ഒരു ഹോസ്റ്റൽ വരുന്നതോടെ ഇവർ നേരിടുന്ന ബുദ്ധിമുട്ടിന് പരിഹാരമാകുമെന്നും MLA പറഞ്ഞു. 4 നിലകളിലായി 17,000 ചതുരശ്ര അടിയാണ് കെട്ടിടത്തിന്റെ ആകെ വിസ്തൃതി. ഓരോ നിലയിലും ആകെ 4,115 ചതുരശ്ര അടി വിസ്തീർണവുമുണ്ട്. ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ശൗചാലയം ഉൾപ്പെടെ 5 മുറികളും 2 പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 16 മുറികളും 3 പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 9 മുറികളും 4 പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 6 ഡോർമെട്രികളും ഉൾപ്പെടെ 88 കിടക്കകളാകും ഉണ്ടാവുക. CDNet ന്യൂസ്, ചാരുമൂട്.